നമസ്കാരം. നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതൊക്കെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മറ്റൊരു വ്യത്യസ്തമായ കൂടിക്കാഴ്ച ഉടൻ നടക്കാൻ പോവുകയാണ്. അത് മറ്റാരും തമ്മിലല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ഇവരെല്ലാം പരസ്പരം കാണുമ്പോൾ വലിയ വാക്പോര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പതിവാണ്. ഇവർ പരസ്പരം കൂടിക്കാണുന്നത് പലപ്പോഴും ലോക്സഭയിലാണ്. ലോക്സഭയിൽ സർക്കാരിനെ ചൊറിയാനായി, അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും അടി ഇരന്നു വാങ്ങാനായി രാഹുൽ ഗാന്ധി പലപ്പോഴും ചില പ്രത്യയശാസ്ത്രങ്ങളുമായി, ആർക്കും താങ്ങാൻ കഴിയാത്ത ചില വരട്ടുവാദങ്ങളുമായി ലോക്സഭയിൽ എത്താറുണ്ട്. അവിടെ വന്ന് വിവാദപരമായ ചില പ്രസംഗങ്ങളൊക്കെ നടത്താറുണ്ട്. എന്താണ് പ്രസംഗിച്ചതെന്ന് രാഹുൽ ഗാന്ധിക്കോ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ MP-മാർക്കോ മനസ്സിലാകില്ല. പക്ഷേ എല്ലാവരും കൈയടിക്കും. കേരളത്തിലെ ചില മാധ്യമങ്ങൾ അത് കേട്ട് പുളകം കൊള്ളും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. എന്തായാലും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചാൽ അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ലോക്സഭയിൽ ഉണ്ടാകും. അതിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടി കിട്ടും. ആ അടിയും വാങ്ങി മിണ്ടാതിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പതിവ്. ഇടയ്ക്ക് രാഹുൽ ഗാന്ധി ഒരിക്കൽ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിലേക്ക് വരികയും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി കാണാറുള്ള രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. അല്ലാതെ അവർ അങ്ങനെ വലിയ രീതിയിൽ കൂടിക്കാഴ്ചയൊന്നും നടത്താറില്ല. രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി പാർലമെൻറ്റിന് പുറത്തങ്ങനെ മൈൻഡ് ചെയ്യുന്ന പരിപാടിയുമില്ല. എന്നാൽ ഇപ്പോൾ മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഗൗരവപരമായ ഒരു കാര്യത്തിനായി കൂടിക്കാണുകയാണ്. അതൊരു പക്ഷേ അടുത്ത ആഴ്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ വരുന്ന ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കും. ഈ കൂടിക്കാഴ്ച മറ്റൊന്നിനും വേണ്ടിയല്ല, രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ തിരഞ്ഞെടുക്കാനുള്ള ശുപാർശ നൽകേണ്ടത് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. ആ സെലക്ഷൻ കമ്മിറ്റിയെ നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്ക് കൂടാതെ ആ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇപ്പോൾ വിരമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പദവിയിലേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹം വിരമിക്കുന്ന ഒഴിവിലേക്കാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കേണ്ടത്. ഇപ്പോൾ എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടാതെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടി ഭാരതത്തിനുണ്ട്. അവർ 2 പേർ ജ്ഞാനേഷ് കുമാറും അതുപോലെ തന്നെ സുഖബീർ സന്ധുവുമാണ്. ഈ 2 ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും മുതിർന്നയാൾ ജ്ഞാനേഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനേഷ് കുമാറിനെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കാനാണ് സാധ്യത. എന്തായാലും ഇതുവരെ അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ് എങ്കിൽ പോലും 5 പേരെ സെലക്ഷൻ കമ്മിറ്റി, പ്രത്യേകം ഉള്ള ഈ നിയമമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഈ 5 പേരിൽ നിന്നാണ് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന സംഘം അല്ലെങ്കിൽ കമ്മിറ്റി ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒഴിവ് വരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മാറുകയാണ് എങ്കിൽ ഒഴിവ് വരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പുകൾ നടക്കും. ഈ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യപ്പെടും. രാഷ്ട്രപതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും പിന്നീട് നിയമിക്കുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.